ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി ചാപ്റ്ററാണ്. സോ ഇമ്മ്യൂണിറ്റി ചാപ്റ്റർ എന്ന് എടുക്കാനുള്ള റീസൺ ഒരു കമൻറ്റ് വന്നിരുന്നു. കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി ചാപ്റ്റർ എന്ന് എടുക്കുന്നത്. സോ നമുക്ക് ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ ബേസിൽ തന്നെ മാക്സിമം വീഡിയോ ചെയ്യാൻ നോക്കാം. സോ ഇന്ന് നോക്കുന്നത് മൈക്രോബയോളജിയിൽ ഇമ്മ്യൂണിറ്റി ചാപ്റ്ററാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും രണ്ടാമത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഇൻബോൺ ഇമ്മ്യൂണിറ്റിയാണ്. ഇൻബോൺ റെസിസ്റ്റൻസ് ഉള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അക്വയർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫ് ടൈമിൽ ഇൻഫെക്ഷനോട് നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ആൻറ്റിബോഡീസ്. ഓക്കെ, ലൈഫ് ടൈം ഇൻഫെക്ഷനോടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി, അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇന്നേറ്റ് എന്ന് പറയുമ്പോൾ ഇൻബോൺ ഇമ്മ്യൂണിറ്റി. ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ തന്നെ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്താൽ പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്നേറ്റ് ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ദേ ആക്ട്സ് വിത്തിൻ മിനിറ്റ്സ്. വൈ? കാരണം ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. ഓക്കെ, വേറാസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വൺസ് നമ്മൾ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റിക് സെൽസ് ആണെങ്കിലും മാക്രോഫേജസ് ആണെങ്കിലും എന്ത് ചെയ്യും? ഈ ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യും നൈവ് ടി സെൽസിനോട്. ഈ നൈവ് ടി സെൽസ് എന്ത് ചെയ്യും? ബി സെൽസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഹെൽപ്പറോ സെറ്റോക്സിക് ടി സെൽസിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ബി സെൽസും അതുപോലെ തന്നെ പ്ലാസ്മ സെൽസ് ഡെവലപ്പ് ചെയ്യും. അതുകൂടാതെ ആ പ്ലാസ്മ സെൽസും കൂടാതെ ആൻറ്റിബോഡീസും ഡെവലപ്പ് ചെയ്യും. കുറച്ച് ബി സെൽസും ടി സെൽസും എന്ത് ചെയ്യും? മെമ്മറി സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻ കേസ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ത്രൂ കൊളസ്ട്രോം, അതൊക്കെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, IgA ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി കൊളസ്ട്രോത്തിൽ കിട്ടുന്ന ഏതാ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ടി സെൽ ബി സെൽ ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ. ആൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഡയറക്റ്റ്ലി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉള്ളതുകൊണ്ട് തന്നെ ദേ ആക്ട് വിത്തിൻ മിനിറ്റ്സ്. അതുകൂടാതെ ഈ പർട്ടിക്കുലർ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി ലിമിറ്റഡ് ആണ്. ഓക്കെ, ഡൈവേഴ്സിറ്റി ലിമിറ്റഡ് ആണെന്ന് മാത്രമല്ല നോൺ സ്പെസിഫിക് ആണ്. സ്പെസിഫിക് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടിയല്ല ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉള്ളത്. ബട്ട് ഇൻ കേസ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി വിൽ ബി പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി വൈഡർ ആയിരിക്കും. ആ ഒരു ഇപ്പോൾ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചിക്കൻ ബോക്സിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആൻറ്റിബോഡി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്തു വാക്സിനേഷനിലൊക്കെ വഴി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലേ? വാക്സിനേഷനും അക്വയർഡ് ഇമ്മ്യൂണിറ്റി പെട്ടത്. അപ്പം നമ്മുടെ ബോഡി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. ബട്ട് ദേ ആക്ട് വിത്തിൻ സെവറൽ ഡേയ്സ്. ഇന്നേറ്റ് ആണെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ആണെങ്കിൽ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി ആക്ട്സ് വിത്തിൻ സെവറൽ ഡേയ്സ് ആണ്. പിന്നെ പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ പ്രയർ മൈക്രോബിയൽ എക്സ്പോഷർ ആവശ്യമില്ല. കാരണം എന്താ? ഡയറക്ട്ലി ആൻറ്റിബോഡീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആക്ട് ചെയ്യുക. ബട്ട് ഇൻ കേസ് ഓഫ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി പ്രയർ എക്സ്പോഷർ ഓഫ് ആൻറ്റിജൻ അല്ല മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആൻറ്റിജൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രയർ എക്സ്പോഷർ ഉണ്ടെങ്കിൽ സെക്കൻഡറി എക്സ്പോഷർ ടൈമിൽ, അതായത് അക്വയർ ചെയ്യണമല്ലോ ഇമ്മ്യൂണിറ്റി, അക്വയർ ചെയ്ത ഇമ്മ്യൂണിറ്റി അല്ലേ? വൺസ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ആ ആൻറ്റിബോഡി നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്ത് ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്ത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്താലേ നെക്സ്റ്റ് ടൈം റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ ടൈമിൽ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് എഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ സ്റ്റിമുലസ്, ആൻറ്റിജനിക് സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഒരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് റെസ്പോൺസ് പ്രൊഡ്യൂസസ് ബി സെൽസ്, ടി സെൽസ് ആൻഡ് ആൻറ്റിബോഡീസ്. ദാറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നാച്ചുറലും ആർട്ടിഫിഷ്യലും. നാച്ചുറലായിട്ടുള്ളതാണ് എന്ത്? മൈക്രോബിയൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ് നാച്ചുറലായിട്ടുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. വേറാസ് ഇൻ കേസ് ഓഫ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് എങ്ങനെയാണ്? ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഈ വാക്സിനേഷൻ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് എന്ത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടായിരിക്കും. ഇമ്മ്യൂണൈസേഷൻ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണൈസേഷൻ ലൈഫ് ടൈം കിട്ടും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇൻ സംടൈംസ് അത് ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ളതുമായിരിക്കും. ഇൻ കേസ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസിനൊക്കെ എഗെയിൻസ്റ്റ് ആണെങ്കിൽ അതിന് കുറേ വേരിയേഷൻ ഉണ്ട്. ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി, ഇൻഫ്ലുവൻസ സി. വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ അത് ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ചിക്കൻ പോക്സ്, മംസ് റുബെല്ല, മീസിൽസ് റുബെല്ല ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിലോ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇമ്മ്യൂണൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തന്നെ രണ്ട് ടൈപ്പ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താ? ഇനീഷ്യൽ ഇൻഫെക്ഷൻ ടൈമിൽ. അപ്പോൾ ഇനീഷ്യൽ ഇൻഫെക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ലാഗ് ഫേസ് ഉണ്ടാകുന്നുണ്ട്. ലാഗ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ ആൻറ്റിജൻ ഡിറ്റക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ്, ഡെൻഡ്രൈറ്റിക് സെൽസ് അങ്ങനത്തെ സെൽസ് ആൻറ്റിജൻ ഡിറ്റക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ലാഗ് ഫേസ് വരുന്നുണ്ടാവും. ആൻഡ് വൺസ് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. സോ ദർ വിൽ ബി സ്ലോ ആൻഡ് സ്ലഗ്ഗിഷ് റെസ്പോൺസ്. ആൻറ്റിബോഡി സ്ലോ ആൻഡ് സ്ലഗ്ഗിഷ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ലാർജ് ടൈറ്റർ കൂടും ആൻറ്റിബോഡീസിൽ. ടൈറ്റർ കൂടുമ്പോഴത്തേക്കും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉള്ളപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യും? അവരെ കില്ല് ചെയ്ത് ഡിസീസ് കോസിങ് ഓർഗാനിസത്തിൻ്റെ ലെവൽ എമൗണ്ട് കുറയ്ക്കും.
എന്നിട്ട് വൺസ് ഡിസീസ് ക്യൂർ ആയി കഴിയുമ്പോൾ ആൻറ്റിബോഡി ടൈറ്ററും കുറയും. ആൻഡ് ഡ്യൂറിങ് സെക്കൻഡറി എക്സ്പോഷർ, ദാറ്റ് ഇസ് സെക്കൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. സെക്കൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് പറയുമ്പോൾ സെക്കൻഡറി എക്സ്പോഷർ വരുമ്പോഴാണ് അവിടെ നിന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി ആയിരിക്കും ഇനീഷ്യലി ഈ ഓർഗൻസിൻ്റെ അഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ വേഗം ആൻറ്റിബോഡിയുടെ ലെവൽ കുറയും. അതുകൊണ്ട് ദർ വിൽ ബി എ നെഗറ്റീവ് ഫേസ്. ആ നെഗറ്റീവ് ഫേസ് കഴിയുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ ഇനീഷ്യലി IgM ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ഇൻഫെക്ഷന്, പ്രൈമറി ഇൻഫെക്ഷന്. ഇത് സെക്കൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ IgM അല്ല IgG പ്രൊഡ്യൂസ് ചെയ്തത്. IgM എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ കോൺസെൻട്രേഷൻ ഇസ് റിക്വയർഡ് ഫോർ ആക്ടിവേഷൻ. IgM ഇനീഷ്യൽ അല്ലേ, അതുകൊണ്ട് കുറച്ച് കോൺസെൻട്രേഷൻ മതിയാവും IgM ആണെങ്കിൽ. ബട്ട് IgG എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൂടുതൽ കോൺസെൻട്രേഷൻ വേണം IgGയുടെ ആക്റ്റീവ് ആവാൻ വേണ്ടി. അപ്പം IgG എന്ന് പറയുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് IgG വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ക്രോണിക് ഇൻഫ്ലമേഷൻ ടൈമിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന IgG ആണ്. അക്യൂട്ടിൻ്റെ കേസിൽ IgM. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്തക്കാലം IgG ആയിരിക്കും സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന IgG. അത് ഹൈ കോൺസെൻട്രേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യും. ബിക്കോസ് ഇവർ ഒരു പ്രോംപ്റ്റ് പവർഫുൾ ആൻഡ് ലോങ്ങർ റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് IgG. ഓക്കെ, അതുകൊണ്ടാണ് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. പാസീവ് ഇമ്മ്യൂണൈസേഷൻ എപ്പോഴാണ് യൂസ്ഫുൾ ആകുന്നത്? ഇഫ് എ പേഷ്യൻറ്റ് ഈസ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്. അങ്ങനെയുള്ളവർക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ല. ആ കേസിൽ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ പകരം പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആയിരിക്കും അവർക്ക് എഫക്റ്റീവ്. ഇവിടെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ നമ്മൾ പിന്നെ പഠിക്കുന്നത് ഡിഫറൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് ആൻഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ലാഗ് പീരീഡ് വരുന്നില്ല. പാസീവ് ഇമ്മ്യൂണിറ്റി അല്ലേ, ഡയറക്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലാഗ് ഫേസ് ഇല്ല, മെമ്മറി സെൽസ് ഇല്ല. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം. കാരണം ഡയറക്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി ആക്റ്റീവ് ബോഡിയുടെ ഇമ്മ്യൂണിറ്റിനെ ആക്ടിവേറ്റ് ആക്കുന്നില്ല. ജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൊണ്ടുവന്നാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഡയറക്റ്റ്ലി ഓർഗൻസിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നു. ഇൻ കേസ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി മെമ്മറി സെൽസിൻ്റെ ലാഗ് ഫേസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ലാഗ് ഫേസ് ഉണ്ടായാലും അവർ ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെമ്മറി സെൽസ് കിട്ടുന്നുണ്ട്. ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് തരുന്നുണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. പിന്നെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്കകത്ത് ഇൻഫെക്ഷൻ വാക്സിനേഷൻ വഴി കിട്ടുന്നതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇൻ കേസ് ഓഫ് പാസീവ് മദർ ടു ഫീറ്റസ് IgG ടൈപ്പ് പ്ലാസൻ്റെ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൂടാതെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡിയൊക്കെ പാസീവിനകത്താണ് വരുന്നത്. ദെൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ആക്കിയിട്ടാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരുന്നത്. വേറെ പാസീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കും? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഡയറക്റ്റ്ലി റിസീവ് ചെയ്യാണ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ദെൻ പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം ഹാർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. ലോക്കൽ ആൻഡ് ഹാർഡ് ഇമ്മ്യൂണിറ്റി. ലോക്കൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ മ്യൂക്കോസൽ ബാരിയേഴ്സിനൊക്കെ, മ്യൂക്കോസൈലൊക്കെ ഉണ്ടല്ലോ, റെസ്പിറേറ്ററി ജനറ്ററി യൂറിനറിയൊക്കെ മ്യൂക്കോസൽ സർഫസിലൊക്കെ ഈ ലോക്കൽ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ വാക്സിനേഷൻ ഓർ ബൈ നാച്ചുറൽ ഇൻഫെക്ഷൻ ആൻഡ് ഓൾ. ലോക്കൽ ഇമ്മ്യൂണിറ്റി ബൈ നാച്ചുറൽ ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ IgA ടൈപ്പ്. അതാണ് ലോക്കൽ ഇമ്മ്യൂണിറ്റി. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് OPV വാക്സിനാണ് പറയുന്നത്. ഹാർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഹാർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു എപ്പിഡമിക്സ് പോപ്പുലേഷൻ, ഒരു എപ്പിഡമിക് ടൈമിൽ കിട്ടുന്നതാണ് ഹാർഡ് ഇമ്മ്യൂണിറ്റി. ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 പേര്, ഒരു 10-12 ഇൻഡിവിജ്വൽ ഉണ്ടെന്ന് വിചാരിച്ചു. അതിൽ ഒരു ഇൻഡിവിജ്വൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, 11 ഇൻഡിവിജ്വൽസും ഇമ്മ്യൂണോ കമ്പറ്റൻ്റ് ആണ്. അവരെന്ത് ചെയ്യും? വാക്സിൻ എടുക്കും. വാക്സിൻ എടുത്ത് അവർ ആ ഡിസീസിന് പ്രൊട്ടക്റ്റഡ് ആകുമ്പോഴത്തേക്കും ആ എടുക്കാത്ത ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ സറൗണ്ട് ചെയ്യുന്ന എല്ലാവരും വാക്സിൻ എടുത്തതുകൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വലും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതാണ് ഹാർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കാം. ഇമ്മ്യൂണിറ്റി. Immunities are of two types, innate and acquired immunity. First of all, innate immunity. Innate immunity എന്ന് പറയുമ്പോൾ എന്താ, ഇൻബോൺ, പേര് തന്നെ ഉണ്ട്. ഇന്നേറ്റ് എന്ന് പറയുമ്പോൾ ഇൻബോൺ റെസിസ്റ്റൻസ് ആണ്, ഫ്രം ബർത്ത് ഉള്ളതാണ്. സോ വാട്ട് ഈസ് ദി ഡെഫിനിഷൻ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് ദി ഇൻബോൺ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ possesses റൈറ്റ് ഫ്രം ബർത്ത് ഡ്യൂ ടു ജനറ്റിക് ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കപ്പ്. ഓക്കെ, ഡ്യൂ ടു ജനറ്റിക് ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കപ്പ് ഒരു ഇൻഡിവിജ്വലിന് റൈറ്റ് ഫ്രം ബർത്ത് കുറച്ച് ഇമ്മ്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻബോൺ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ആൻഡ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഡയറക്ട്ലി ബോഡിയിൽ പ്രസൻറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ആക്ട് ഇൻ മിനിറ്റ്സ്. ആൻഡ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ലൈൻ ഹോസ്റ്റ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലല്ലേ. ആ ടൈമിൽ നമ്മുടെ ബോഡിക്ക് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. സോ ഇൻബോൺ റെസിസ്റ്റൻസ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ഉള്ള ടൈമിൽ ദേ ആക്ട് ഇൻ minutes against these infection, and it is considered as the first line host defense against the infection. Then prior microbial exposure വേണ്ടി വരുന്നില്ല. കാരണം എന്താ, പ്രയർ മൈക്രോബിയൽ എക്സ്പോഷർ എന്തിനാ ആവശ്യം? ഒരു മൈക്രോബ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിജൻ റെസിനിക് സെൽസ് ഡിറ്റക്ട് ചെയ്ത് അത് T സെല്ലിന് കൊടുത്ത് T സെല്ല് B സെല്ലിനെ അറിയിച്ച് എന്ത് ചെയ്യും? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇവിടെ പ്രയർ മൈക്രോബിയൽ എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ടാക്കേണ്ടി വരും.
അത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ആവശ്യമില്ല. കാരണം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഡയറക്റ്റ്ലി ഇമ്മ്യൂണോഗ്ലോബിൻസ് നമ്മുടെ ബോഡിയിൽ പ്രസൻറ്റാണ്. അതുകൊണ്ട് തന്നെ എഗെയിൻ ഈ ടി സെൽ ബി സെല്ലിനെ അറിയിച്ച് ബി സെല്ല് ഇമ്മ്യൂണോഗ്ലോബിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് പ്ലാസ്മ സെൽസ് ഉണ്ടാക്കി അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. ഇമ്മ്യൂണോഗ്ലോബിൻസ് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രയർ മൈക്രോബിയൽ എക്സ്പോഷർ ഈസ് നോട്ട് റിക്വയർഡ്. പിന്നെ ഡൈവേഴ്സിറ്റി ലിമിറ്റഡ് ആണ്. കാരണം എന്താ, ചില ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ചില വൈറസിനോട് ചില മൈക്രോബ്സിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും, ചിലവരോട് റെസിസ്റ്റൻ്റ് ആയിരിക്കത്തുമില്ല. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഈ ഇൻഫ്ലുവൻസ വൈറസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസൊക്കെ തന്നെ പല പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റി ഓഫ് ഇൻഫ്ലുവൻസേനോടും റെസിസ്റ്റൻസ് കാണിക്കണം എന്നില്ല. ദാറ്റ് ഈസ് ഡൈവേഴ്സിറ്റി ഈസ് ലിമിറ്റഡ്. ദെൻ നോൺ സ്പെസിഫിക് സെൽസ് ആക്ട്സ് അഗെയിൻസ്റ്റ് എനി മൈക്രോബിയൽ ആൻറ്റിജൻ. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻസാണ്. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മൈക്രോബ്സിനോട് ആ പർട്ടിക്കുലർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആക്ട് ചെയ്യും ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഏതൊരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താലും ഇൻബോൺ അപ്പോൾ ബർത്ത് ടൈമിൽ ഏതൊരു മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്താലും ഒരേ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിരിക്കും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്റ്റീവ് ആവുന്നത്. Okay, so there it is not specific. Non-specific cells act against any microbial agents, and there is no memory. That is, response to a repeated infection is identical to the primary response. അതായത് മെമ്മറി സെൽസിൻ്റെ യൂസ് എന്താ പറയുന്നത്, മെമ്മറി സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും വൺസ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ടി സെൽസ് ബി സെൽ ഡിഫറൻസിയേഷൻ നടക്കുമല്ലോ, അവർ കുറച്ച് എന്ത് ചെയ്യും, സെക്കൻഡറി എക്സ്പോഷർ സെയിം ബാക്ടീരിയ അല്ലെങ്കിൽ സെയിം മൈക്രോബ്സ് ആയിട്ടുള്ള സെക്കൻഡറി എക്സ്പോഷർ ടൈമിൽ വീണ്ടും ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി സെൽസ് ഒക്കെ കൺവേർട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഇവിടെ മെമ്മറി സെൽസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താ, ഡയറക്റ്റ്ലി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ആൻഡ് ടി സെൽ ബി സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ല, മദറിൽ നിന്ന് കിട്ടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ. സോ ദർ ഈസ് നോ മെമ്മറി സെൽ. ആൻഡ് സോ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ, ഒരേ ഓർഗാനിസം തന്നെ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം എഗെയിൻസ്റ്റ് ഒരു പ്രൈമറി ഇൻഫെക്ഷൻ പോലെ തന്നെ ആയിരിക്കും, ആദ്യമായിട്ടൊരു മൈക്രോബ് എൻ്റർ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ബോഡി അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി? ഫസ്റ്റ് ഓഫ് ഓൾ അത് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണെന്ന് ഓർക്കാം. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോൾ IgM, IgG, അത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോൾ ദേ ആക്ട് ഇൻ മിനിറ്റ്സ്. കാരണം എന്താ, ഈ ടി സെൽ ബി സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡീസും ഇമ്മ്യൂണോഗ്ലോബുലിൻസ് തന്നെ. അതുകൊണ്ട് തന്നെ ഇത്രയും വളർന്ന സ്റ്റെപ്സ് ഇല്ലാണ്ട് ഡയറക്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മുടെ ബോഡിയിലുള്ള സമയമാണ് ബർത്ത് ടൈം. അതുകൊണ്ട് ദേ ആക്ട് ഇൻ മിനിറ്റ്സ്. ദെൻ പ്രയർ മൈക്രോബിയൽ എക്സ്പോഷർ ഈസ് നോട്ട് റിക്വയർഡ്. ഇനീഷ്യൽ എക്സ്പോഷർ തന്നെ എന്തുണ്ടാക്കും, പ്രയർ എക്സ്പോഷർ വന്നാലും മെമ്മറി സെൽസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വന്നാലും ഐഡൻറ്റിക്കൽ ടു ദി പ്രൈമറി റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഡൈവേഴ്സിറ്റി ലിമിറ്റഡ് ആണ് ആൻഡ് സ്പെസിഫിക് സെൽസ് ഇല്ല, നോൺ സ്പെസിഫിക് സെൽസ് ആണ്. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനോടും ഒരേ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്. ഡിഫറെൻറ്റ് ആൻറ്റിബോഡീസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നോ മെക്കാനിസം ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. മെക്കാനിസം ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ റിസപ്റ്റർ ഇൻറ്ററാക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റിസപ്റ്റർ ഇൻറ്ററാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, അറ്റാച്ച്മെൻറ്റ് ആൻഡ് ബൈൻഡിങ് ഓഫ് സർഫസ് മോളിക്യൂൾസ് ഓഫ് ദി മൈക്രോ ഓർഗാനിസം ടു ദി റിസപ്റ്റേഴ്സ് ഓൺ ദി സെൽ ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസം ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ കുറച്ച് സർഫസ് മോളിക്യൂൾസ് ഉണ്ടാവും. ആ സർഫസ് മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിലുള്ള റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. നമ്മുടെ ബോഡിയിലുള്ള ഏത് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും, ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ്, അങ്ങനത്തെ റിസപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ബോഡിയിലുണ്ട്. അവിടെ പോയിട്ട് ഇവർ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ആവും. അങ്ങനെ ഇവിടെ ടോൾ ലൈക്ക് റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്യുന്ന സർഫസ് മോളിക്യൂൾസ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്തൊക്കെയാണ്? ഈ സർഫസ് മോളിക്യൂൾസ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽ വോൾ ബാക്ടീരിയ ആണെങ്കിൽ അതിൻ്റെ സെൽ വോളിൽ കാണുന്ന എന്താണോ അതാണ് അതിൻ്റെ സർഫസ് മോളിക്യൂൾ, ലൈക്ക് ലൈപ്പോപോളിസാക്കറൈഡ്, പെപ്റ്റിഡോഗ്ലൈക്കൻസ് എക്സെട്ര. ഓക്കെ, ദെൻ കമ്പോണൻസ്, റിസപ്റ്റർ ഇൻട്രാക്ഷൻ വരാം, അല്ലെങ്കിൽ കമ്പോണൻസ് ലൈക്ക് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് മൈക്രോഫേജ്. കോംപ്ലിമെൻറ്റ് പാത്വേ ഉണ്ട്, 3 ഡിഫറെൻറ്റ് കോംപ്ലിമെൻറ്റ് പാത്വേ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത്. അത് വേറൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ആൻഡ് മാക്രോഫേജ് എന്ത് ചെയ്യും, ഫാഗോസൈറ്റോസിസ്, ന്യൂട്രോഫിൽസും മാക്രോഫേജും സിന്തറ്റിക് സെൽസും ഒക്കെ ഫാഗോസൈറ്റോസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓർഗാനിസത്തിനെ എൻഗൾഫ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോഡി തന്നെ എലിമിനേറ്റ് ചെയ്യാൻ, കില്ല് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ബാരിയർ. നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്, അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ബാരിയർ ഉണ്ട്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെക്കാനിസംസ്. ബാരിയർ എന്ന് പറയുമ്പോൾ അനാറ്റമിക്കൽ ബാരിയർ എന്തൊക്കെയാണ്, സ്കിൻ, മ്യൂക്കോസൽ സർഫസ്. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ, pH എക്സെട്ര. നേരത്തെ പറഞ്ഞ ഫാഗോസൈറ്റോസിസ്. ഓക്കെ, ഫാഗോസൈറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ഫാഗോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, മാക്രോഫേജ്, ഡെൻഡ്രൈറ്റിക് സെൽസ് ഒക്കെ ഉണ്ട്. ആൻഡ് ദ കോസസ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 3 സ്റ്റെപ്സിലാണ് ഫാഗോസൈറ്റോസിസ് നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻഗൾഫ്മെൻറ്റ് ഓഫ് ദി മൈക്രോ ഓർഗാനിസം. നെക്സ്റ്റ് ഈസ് ഫ്യൂഷൻ ഓഫ് ദി ലൈസോസോം വിത്ത് ദി ഫാഗോസോംസ്. ഫാഗോസോം ലൈസോസോം ഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കില്ലിങ് നടക്കത്തുള്ളൂ, മൈക്രോബിയൽ കില്ലിങ്
നടക്കത്തുള്ളൂ. അതാണ് ടി ബിയിൽ ഈ ഫാഗോസം ലൈസോസം കില്ലിങ്ങിനെയാണ് ട്യൂബർക്ലോസിസ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫാഗോസൈറ്റോസിസ് അവിടെ നടക്കുന്നില്ല ഇൻ കേസ് ഓഫ് ടി ബി. ഓക്കെ, ട്യൂബർക്ലോസിസ്. ഇവിടെ പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ മെക്കാനിസം എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ റിസപ്റ്റർ, ഏതൊരു ബാക്ടീരിയ എന്തൊരു മൈക്രോ ഓർഗാനിസം കയറി കഴിഞ്ഞാലും റിസപ്റ്റർ ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. പിന്നെ കമ്പോണൻസ് ആക്ടിവേറ്റ് ചെയ്യും, ഇൻ കോംപ്ലിമെൻറ്റ് പാത്വേ ആക്ടിവേറ്റ് ആവും, അല്ലെങ്കിൽ മാക്രോഫേജ്, ദാറ്റ് ഇസ് മോണോസൈറ്റ് കൺവേർട്ടഡ് ടു മാക്രോഫേജ്, എന്നിട്ട് മാക്രോഫേജ് പോയിട്ട് ഈ ഓർഗാനിസത്തിനൊക്കെ എൻഗൾഫ് ചെയ്യാം. ദെൻ ബാരിയേഴ്സ്, നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഫിസിയോളജിക്കൽ ആസ് വെൽ ആസ് അനാറ്റമിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. അനാറ്റമിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്കിന്നും മ്യൂക്കോസൽ സർഫസും ഒക്കെയാണ്. വേറെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ബോഡി ടെമ്പറേച്ചറും pH-ഉം. പിന്നെ കുറച്ച് ഫാഗോസൈറ്റോസിസ് ഉണ്ട്. ഫാഗോസൈറ്റോസിസ് നടക്കാൻ വേണ്ടി ഫാഗോസൈറ്റ് സെൽസ് ഉണ്ട്, ദാറ്റ് ഇസ് ന്യൂട്രോഫിൽ, മാക്രോഫേജ് എക്സെട്ര. ദെൻ ഇത് കൂടാതെ NK സെൽസ് ഉണ്ട്. NK സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ദി സെൽസ് kills the virus infected cells and tumor cells. അപ്പോൾ NK cells will kill the virus infected ആയിട്ടുള്ള cells and tumor cells-നെ kill ചെയ്യും. Then dendritic cells present ആണ്. dendritic cells എന്ത് ചെയ്യും? They will initiate the inflammation. It helps in initiating the inflammation. Complement pathway ഉണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു, ഇത് വേറെ ഡിഫറെൻറ്റ് ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ പറയാം എന്തൊക്കെയാണ് അതിൻ്റെ 3 ഡിഫറെൻറ്റ് പാത്വേസ് ഉണ്ട്. ആ പാത്വേസ് പഠിക്കണം. ദെൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഉണ്ടാവും. ഇനീഷ്യലി ഇവിടെ പറഞ്ഞല്ലോ, dendritic cells ആണ് ഇനീഷ്യേറ്റിംഗ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. ദെൻ സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. സൈറ്റോകൈൻ വിൽ ബി റിലീസ്ഡ് ബൈ ദി dendritic cells, macrophage, NK cells. മെയിൻലി ഇൻ്റർലൂക്കിൻ 1 ഒക്കെയാണ് ഇൻഫ്ലമേഷന് റിലീസ്, ഇൻ്റർലൂക്കിൻ 1, ഇൻ്റർലൂക്കിൻ 6 ഒക്കെ. ദെൻ അക്യൂട്ട് ഫേസ് റിയാക്റ്റൻ പ്രോട്ടീൻ. അക്യൂട്ട് ഫേസ് റിയാക്റ്റൻ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം പോസിറ്റീവ് APR ഉണ്ട്, നെഗറ്റീവ് APR ഉണ്ട്. പോസിറ്റീവ് APR എന്ന് പറയുമ്പം സി റിയാക്റ്റീവ് പ്രോട്ടീൻസും സെറം അമൈലോയിഡ്സ്, കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ്, coagulation proteins, metal binding protein like ceruloplasmin, ferritin, etc. ഇതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള അക്യൂട്ട് ഫേസ് റിയാക്റ്റൻറ്റ് പ്രോട്ടീൻസ്. നെഗറ്റീവ് അക്യൂട്ട് ഫേസ് റിയാക്റ്റൻറ്റ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആൽബുമിൻ, ട്രാൻസ്ഫെറിൻ, ആൻറ്റിത്രോംബിൻ, ആൽബുമിൻ, ട്രാൻസ്ഫെറിൻ ഒക്കെയാണ് നെഗറ്റീവ് APR. ഇനി അക്വേർഡ് ഇമ്മ്യൂണിറ്റി കൂടെ നോക്കിയിട്ട് ഇതിൻ്റെ ഡിഫറൻസും കൂടെ നോക്കണം. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇനേറ്റ് ആൻഡ് അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അക്വേർഡ് ഇമ്മ്യൂണിറ്റി മാത്രമായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അക്വേർഡ് ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും it is a resistance against the infecting foreign substance that an individual acquire or adapt during the course of lifetime. So during the course of lifetime നമ്മുടെ ബോഡി, ഒരു ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്ന കുറച്ച് റെസിസ്റ്റൻസ് ആണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്റ്റിംഗ് ഫോറിൻ സബ്സ്റ്റൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ അക്വയർ ഓർ അഡാപ്റ്റ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ലൈഫ്. മീഡിയേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ മീഡിയേറ്റേഴ്സ്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ബോഡി ഒരു ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്തിട്ട്, ആ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ആ ഓർഗാനിസത്തിൻ്റെ ആൻറ്റിജൻസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ബി സെൽസ്, ടി സെൽസിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, മീഡിയേറ്റേഴ്സ് ആണല്ലോ ഈ ടിയും ബി സെൽസും, ഇവരെ ഡിഫറൻഷിയേറ്റ് സൈറ്റോടോക്സിക് ഓർ ഹെൽപ്പർ സെൽസ് ആക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യും. ടി സെൽസിനെ പ്ലാസ്മ സെൽസും ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് സെൽസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് അതർ മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ കോംപ്ലിമെൻറ്റ് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യും. ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ്, സൈറ്റോകൈൻസ്, ഇവരൊക്കെയാണ് അതർ മീഡിയേറ്റേഴ്സ് ഫോർ അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ആൻഡ് വാട്ട് ഹാപ്പൻസ്, there will be a response occurring in several days. മറ്റേത് വിത്തിൻ മിനിറ്റ്സ് ആയിരുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് ആണ് എന്തുണ്ടാവുന്നത്, റെസ്പോൺസ് ഉണ്ടാകുന്നത്. വൈ? ബിക്കോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കും ആ ടൈമിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആകുമ്പോൾ. ബട്ട് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഓൾറെഡി ബോഡിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ടാവും, പക്ഷേ ഫൈറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ബി സെൽസ് ആൻഡ് ഡി സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബി സെൽസ് എന്ത് ചെയ്യും? പ്ലാസ്മ സെൽസും ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ആൻറ്റിബോഡി വേണം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈക്രോബ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് ഇറ്റ് ടേക്സ് സെവറൽ ഡേയ്സ്. ദെൻ ഇറ്റ് റിക്വയർസ് പ്രയർ മൈക്രോബിയൽ എക്സ്പോഷറുടെ ആവശ്യമുണ്ട്. കാരണം വൺ ടൈം ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിജൻ നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്ത് ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിബോഡീസ് കുറച്ച് നാൾ നമ്മുടെ ബോഡി തന്നെ കാണും. അതുകൊണ്ട് നെക്സ്റ്റ് റിപ്പീറ്റർ ഇൻഫെക്ഷൻ വന്നാലും ആ ആൻറ്റിബോഡീസ് ടൈറ്റർ കൂട്ടി ആ ഓർഗാനിസത്തിനെ കൊല്ലും. ദാറ്റ് ഈസ് ദേ റിക്വയർ പ്രയർ മൈക്രോബിയൽ എക്സ്പോഷർ. ദെൻ സ്പെസിഫിക് ആൻറ്റിജൻസ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിന് പർട്ടിക്കുലർ ആൻറ്റിബോഡീസ് ആയിരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. ബാക്കി വേറൊരു പർട്ടിക്കുലർ ഓർഗാനിസത്തിന് വേറൊരു പർട്ടിക്കുലർ ആൻറ്റിബോഡീസ് ആയിരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. ദേ ആർ സ്പെസിഫിക്. ദെൻ മെമ്മറി സെൽസ് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വന്നാലും ഈ ആൻറ്റിബോഡീസ് വീണ്ടും ലെവൽ ടൈറ്റർ കൂട്ടിയിട്ട് ആ ഓർഗാനിസത്തിനെ കിൽ ചെയ്യുന്നതായിരിക്കും. ഡൈവേഴ്സിറ്റി വൈഡ് ആണ്, മറ്റേ ഡൈവേഴ്സിറ്റി നാരോ ലിമിറ്റഡ് ആയിരുന്നു. ഇവിടെ ഡൈവേഴ്സിറ്റി വൈഡ് ഉണ്ട്. ഡൈവേഴ്സിറ്റി വൈഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈക്ക് ഇൻഫ്ലുവൻസ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസയ്ക്ക് കുറേ വേരിയേഷൻസ് ഉണ്ട്. ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി, ഇൻഫ്ലുവൻസ സി ഒക്കെ. ഒരു വൺ ടൈം ഇൻഫ്ലുവൻസ എ നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ ബൈ ഇൻഫ്ലുവൻസ എ ഓർഗാനിസം വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ സെയിം ആൻറ്റിബോഡി വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഓർഗാനിസത്തിനെ കൊല്ലും. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഫ്ലുവൻസ ബി ആണെങ്കിലോ ചില സമയത്ത് ക്രോസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും.
ചില ആൻറ്റിബോഡീസിന് ചില സമയത്ത് ഉണ്ടാവത്തില്ല, വേരിയേഷൻ വരുമ്പോഴത്തേക്കും വേറെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. സോ ഡൈവേഴ്സിറ്റി ഈസ് വൈഡ്. ദെൻ ടൈപ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവ് പാസീവ് തന്നെ ആർട്ടിഫിഷ്യലും നാച്ചുറലുമായിട്ട് എഗെയിൻ ഡിവിഷൻ വരുന്നുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ടു ദി ആൻറ്റിജനിക് സ്റ്റിമുലസ് ആൻഡ് റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാക്കും? ദ ലീഡ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവ് ടി സെൽസ്, ബി സെൽസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പെസിഫിക് ആൻറ്റിബോഡീസ്. ഓക്കെ, അപ്പം ഇൻ റെസ്പോൺസ് ടു പർട്ടിക്കുലർ ആൻറ്റിജനിക് സ്റ്റിമുലസ് ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് ദേ ലീഡ്സ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ടി സെൽസ്, ബി സെൽസ് ആൻഡ് സ്പെസിഫിക് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എനേബിൾ ചെയ്യും. ദാറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ഇറ്റ് ടേക്ക് സെവറൽ ഡേയ്സ്. ഇവർ തന്നെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തന്നെ നാച്ചുറൽ ഉണ്ട് ആൻഡ് ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? പർട്ടിക്കുലർ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൻറ്റിബോഡീസ്, അതാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മൈക്രോബിയൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് ലൈക്ക് മീസിൽസ്, വൈറസ് ഇൻഫെക്ഷൻസ് എക്സെട്ര. ദെൻ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ബൈ വാക്സിനേഷൻ കിട്ടുന്നതാണ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലൈവ് അല്ലെങ്കിൽ അറ്റന്യൂവേറ്റഡ് വാക്സിൻസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്സിൻസ് ഉണ്ട്, റിക്കോംബിനൻറ്റ് വാക്സിൻ എക്സെട്ര. അങ്ങനെ വാക്സിനേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി എഗെയിൻ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും പർട്ടിക്കുലർ അഗെയിൻസ്റ്റ് അഗെയിൻസ്റ്റ് ആയിട്ട്. ആൻഡ് ആ ഒരു നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ലോങ് ലാസ്റ്റിക് ആയിരിക്കും. ദാറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ലോങ് ലാസ്റ്റിക് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ദെൻ ഇഫ് ദി ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി ഈസ് കോംപ്രമൈസ്ഡ്, നമ്മളൊരു ലൈവ് അല്ലെങ്കിൽ ലൈവ് അല്ലാത്ത ഒരു വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ല. ആ ടൈമിൽ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് പകരം പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ലൈവായിട്ടുള്ള വാക്സിനേഷനൊക്കെ അല്ലേ. ആ ലൈവായിട്ടുള്ള വാക്സിനേഷനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആൾക്ക് വേണം കൊടുക്കണം. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഈ വാക്സിനേഷൻ ലൈവായിട്ടുള്ള ബാക്ടീരിയാസിന് അല്ലെങ്കിൽ വൈറസിനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ആവത്തില്ല. ആ ഒരു ഇൻഡിവിജ്വലിന് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, നൗ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ദേ ആർ ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഇറ്റ് മേ ലാസ്റ്റ് ലൈഫ് ലോങ് following several viral infections like chickenpox, measles, smallpox, mumps and rubella. പിന്നെ ഇറ്റ് മേ ലാസ്റ്റ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. ഇത് ലോങ് ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഷോർട്ട് ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്യുന്നതുണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ വൈറസിൻ്റെയൊക്കെ. കാരണം എന്താ? ഈ വൈറസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും വേരിയേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും അവരുടെ RNA-ക്കൊക്കെ. അങ്ങനെ വേരിയേഷൻ സംഭവിക്കുന്നതുകൊണ്ട് ഷോർട്ട് ഡ്യൂറേഷനിലേക്കായിരിക്കും ഈ നമ്മുടെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ആവുന്നത്. വേരിയേഷൻ സംഭവിക്കുന്നത് വേറെ ഇമ്മ്യൂണൈസേഷൻ ചെയ്യേണ്ടി വരും. ഇറ്റ് മേ ലാസ്റ്റ് ഫോർ ആസ് ലോങ് ആസ് ദി മൈക്രോബ് ഈസ് പ്രസൻറ്റ്. വൺസ് ഡിസീസ് ഇസ് ക്യൂർ ദി പേഷ്യൻറ്റ് ബിക്കംസ് സസെപ്റ്റബിൾ ടു ദി മൈക്രോബ് again. That is premonition or concomitant immunity. So what is premonition or concomitant immunity? ഈ മൈക്രോ ഓർഗൻസ് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ലാസ്റ്റ് ചെയ്യുന്ന അത്രയും ടൈം നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഡിസീസ് ക്യൂർ ആയി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് നോർമൽ ആയല്ലോ, ആ ടൈമിൽ വീണ്ടും പേഷ്യൻറ്റ് വിൽ ബി സസെപ്റ്റബിൾ ടു ദി മൈക്രോബ് അഗെയിൻ. ആ സെയിം മൈക്രോബിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും പേഷ്യൻസിന് ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദാറ്റ് ഈസ് പ്രീമ്യൂണിഷൻ ഓർ കോൺകോമിറ്റൻറ്റ് ഇമ്മ്യൂണിറ്റി. ദിസ് ഈസ് അബൌട്ട് ദി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം വിൽ പ്രൊഡ്യൂസ് certain T cell, B cells and specific antibodies in response to antigenic stimulus. It can be either natural or artificial. Natural എന്ന് പറയുമ്പോഴത്തേക്ക് പ്രയർ മൈക്രോബിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. or artificial എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈ വാക്സിനേഷൻ. ആൻഡ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആയിരിക്കത്തില്ല, പാസീവ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ വരുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. ദെൻ ഇവർ ലോങ് ലാസ്റ്റിക് ആണ്. ലോങ് ലാസ്റ്റിക് ഇറ്റ് ക്യാൻ ബി എയ്തർ ലൈഫ് ലോങ് കിട്ടും അല്ലെങ്കിൽ ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. ഷോർട്ട് ഡ്യൂറേഷൻ മെയിൻലി ഇൻഫ്ലുവൻസ വൈറസിനൊക്കെ. ലോങ് ഡ്യൂറേഷൻ വരുന്നത് ചിക്കൻ പോക്സ്, മീസൽസ്, സ്മോൾ പോക്സ് ലൈക്ക് ഇൻഫെക്ഷൻസിന്. പ്രീമ്യൂണേഷൻ ഓർ കോൺകോമിറ്റൻറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ? വൺസ് ഒരു മൈക്രോ ഓർഗാനിസം ഈസ് പ്രസൻറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ, അത് ആ ടൈമിൽ എന്തായിരിക്കും? നമ്മുടെ ബോഡിയിൽ കൂടുതൽ ആൻറ്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമായിരിക്കും. കുറേ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ഡിസീസ് ക്യൂർ ആയി കഴിയുമ്പോൾ വീണ്ടും ദ സെയിം ഇൻഡിവിജ്വൽ ഈസ് ഓൾസോ സസെപ്റ്റബിൾ ടു ദി മൈക്രോബ് or concomitant immunity. It is seen in case of spirochetes and plasmodium. Then primary immune response. Primary immune response and secondary immune response difference ആയിട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്? ആൻഡ് ഈ ഒരു ഗ്രാഫും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് വരയ്ക്കാനായിട്ട്. സോ നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്. പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും ലേറ്റൻറ്റ് പീരീഡ്. ഇതാണ് ലേറ്റൻറ്റ് പീരീഡ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ലേറ്റൻറ്റ് പീരീഡ് ഇതാണ്. സോ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ലേറ്റൻറ്റ് പീരീഡ് കുറച്ചുകൂടെ അല്ലെങ്കിൽ ലാഗ് ഫേസ് ഓർ ലേറ്റൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിന്. വൈ? ബിക്കോസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്സ് ഓൺലി ആഫ്റ്റർ എ ലേറ്റൻറ്റ് പീരീഡ്.
ഫോളോയിങ് ദി ആൻറ്റിജനിക് എക്സ്പോഷർ. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇഫക്റ്റർ സെൽസ് എന്ന് പറയുന്നത് ടി ആൻഡ് ബി സെൽസ് ആയിരിക്കും. ഇഫക്റ്റർ സെൽസ്, ആ ടി ആൻഡ് ബി സെൽസ് എന്ത് ചെയ്യണം, ടി സെൽസ് ഹെൽപ്പർ ടി സെൽസ് ആയിട്ടും സൈറ്റോടോക്സിക് ടി സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ബി സെൽസ് ആണെങ്കിൽ പ്ലാസ്മ സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, മെമ്മറി സെൽസ് ഒക്കെ ഇങ്ങനെ കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മെമ്മറി സെൽസ് എന്ത് ചെയ്യും, സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള മെമ്മറി സെൽസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, വൺസ് നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റിജനിക് എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പീറ്റഡ് എക്സ്പോഷർ ടൈമിൽ, റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ ടൈമിൽ ആ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി ഈസിലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ മെമ്മറി സെൽസ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിലാണ് മെമ്മറി സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ എന്ത് ചെയ്യും, ഫാസ്റ്ററായിട്ട് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ ലാഗ് ഫേസ് കൂടുതലും, സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ ലാഗ് ഫേസ് കുറഞ്ഞൊരു കുഞ്ഞ് ഡിപ്പ് വരുന്നത്, നെഗറ്റീവ് ഫേസ് വരുന്നതിൻ്റെ റീസൺ അതാണ്. ഓക്കെ, ദെൻ ആൻറ്റിബോഡി സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ബി സെൽ പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ്. ലൈക്ക് വൺസ് നമ്മുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ആൻറ്റിജനെ ഇവരെന്ത് ചെയ്യും, IgM ഇനീഷ്യൽ ടൈമിൽ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് എന്തായിരിക്കും, IgM ടൈപ്പ് ആയിരിക്കും ഇനീഷ്യൽ ഇൻഫെക്ഷന്. ഓക്കെ, ക്രോണിക് ഇൻഫെക്ഷൻ ആകുമ്പോൾ IgM ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രോണിക് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇൻഫെക്ഷനിൽ IgM പ്രൊഡ്യൂസ് ചെയ്യും. ഇനീഷ്യൽ ടൈമിൽ ഇനീഷ്യൽ ടൈമിൽ IgMഉം ക്രോണിക് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുമ്പം IgG ടൈറ്ററും ആയിരിക്കും കൂടുന്നത്. IgM എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ലോ ടൈറ്റർ ആണെങ്കിൽ ഇവർ ഇഫക്റ്റീവ് ആണ് പ്രൈമറി ഇൻഫെക്ഷനോട്. IgM അതുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കുറച്ച് ഉണ്ടാക്കത്തുള്ളൂ, ബട്ട് സ്റ്റിൽ ദേ ആർ ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ എന്താ പറ്റുക, അവിടെ ലാഗ് ഫേസ് വലുതാണ്. ദെൻ കുറേ IgM പ്രൊഡ്യൂസ് ചെയ്തു. IgM പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആൻറ്റിബോഡി സർജ് ഉണ്ടായി, ആൻറ്റിബോഡി ടൈറ്റർ. ആൻറ്റിബോഡി സർജ് എന്ന് പറയുമ്പോൾ എന്താ, ആൻറ്റിബോഡീസ് അപ്പിയേഴ്സ് ഇൻ ദി സെറം ഇൻ എ സ്ലോ ആൻഡ് സ്ലഗ്ഗിഷ് മാനർ, റീച്ചസ് ഇറ്റ്സ് പീക്ക് ആൻഡ് മെയിൻറ്റെയിൻസ് ദി ലെവൽ ഫോർ എ വയൽ ആൻഡ് ദെൻ ഫോൾ ഡൗൺ. അതാണ് ആൻറ്റിബോഡി സർജ്. ഓക്കെ, ഇവിടെ നിന്നൊരു സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് വരുന്നത്. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താ, ലേറ്റൻ പീരീഡ് കുറച്ചും കൂടെ ഷോർട്ടർ ഡ്യൂറേഷൻ ആയിരിക്കും. Because memory cells become active soon after the exposure to and repeated exposure to the antigen. Then ഇവിടെ ഒരു നെഗറ്റീവ് ഫേസ് വരുന്നുണ്ട്. എന്തുകൊണ്ട് നെഗറ്റീവ് ഫേസ്, ബിക്കോസ് ഓഫ് ദി exposed antigen combines with the pre-existing antibody, thus antibody level in the serum falls down. That is already exposed ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ വൺസ് ഒരു ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കുറച്ച് ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ആ ആൻറ്റിബോഡീസിനോടായിരിക്കും ഇനീഷ്യലി ഈ സെക്കൻഡറി എക്സ്പോഷർ വരുമ്പോഴത്തേക്കും ആ ആൻറ്റിബോഡീസിനോടായിരിക്കും ആദ്യം ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഉള്ളതുകൊണ്ട് വേഗം എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ ചെറിയൊരു ഡിപ്പ് വരും, നെഗറ്റീവ് ഫേസ് വരുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യും, വീണ്ടും ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും IgM പ്രൊഡ്യൂസ് ചെയ്യും. IgM എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ലോങ് ലാസ്റ്റിംഗ് ആൻറ്റിബോഡി IgM. അപ്പോൾ IgM ഹൈ ടൈറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് പ്രോംപ്റ്റ് പവർഫുൾ ലോങ് ലാസ്റ്റിംഗ് ആൻറ്റിബോഡി എന്നാണ് IgM പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ദി ബൂസ്റ്റർ ഡോസസ് ഓഫ് വാക്സിൻസ് ആർ മോർ ഇഫക്റ്റീവ് ദാൻ ദി ഫസ്റ്റ് ഡോസ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ടേബിളിൽ ഡിഫറൻസ് പറയുന്നുണ്ട്. പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെയും സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെയും ഡിഫറൻസ് പറയുന്നുണ്ട്. പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ദി ഇമ്മ്യൂൺ റെസ്പോൺസ് അഗെയിൻസ്റ്റ് ഫസ്റ്റ് ആൻറ്റിജനിക് ചലഞ്ചാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് അഗെയിൻസ്റ്റ് സബ്സിക്വൻറ്റ് ആൻറ്റിജനിക് ചലഞ്ചസിനെ കുറിച്ച്. ഓക്കെ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താ, റിപ്പീറ്റഡ് എക്സ്പോഷർ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ പ്രൈമറി എങ്ങനെ ആയിരിക്കും, സ്ലോ, സ്ലഗ്ഗിഷ് ആൻഡ് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും, കാരണം ഒരു ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ മെമ്മറി സെൽസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രോംപ്റ്റ് പവർഫുൾ ആൻഡ് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആൻറ്റിബോഡീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ ലാഗ് പീരീഡ് ലോങ്ങർ ആയിരിക്കും കമ്പയറിംഗ് ടു സെക്കൻഡറി. ദെൻ നെഗറ്റീവ് ഫേസ് പ്രൈമറിയിലില്ല, സെക്കൻഡറിയിലേ ഉള്ളൂ, ബിക്കോസ് ഓൾറെഡി ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. ആ ആൻറ്റിബോഡീനോട് ഇനീഷ്യലി ഈ ഓർഗാനിസം ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഡിഫൻസ് ഉണ്ടാക്കുന്നുണ്ട്, ആ ടൈമിലാണ് നെഗറ്റീവ് ഫേസ് വരുന്നത്. ദെൻ ആൻറ്റിബോഡി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലോ ടൈറ്റർ ആൻഡ് യൂസ് ഓഫ് IgM ടൈപ്പ്, അത് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ. സെക്കൻഡറി എന്ന് പറയുമ്പം ഹൈ ടൈറ്ററിലുള്ള IgG ടൈപ്പ് ആൻറ്റിബോഡീസ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈമറിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് സെൽസ് ആർ നൈവ് B cells, വേറാസ് B and T cells ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ B cell പ്രൊഡ്യൂസ് ചെയ്യും, T cell will help B cell to produce antibody. ദെൻ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിലോ മെമ്മറി B cells ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ പ്രൈമറിയിലാണെങ്കിൽ ബോത്ത് T dependent and T independent antigens are processed, whereas in secondary only T dependent antibody, T cell dependent ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആയിരിക്കും, കാരണം മെമ്മറി സെൽസ് ഉണ്ടല്ലോ Bക്ക്. അപ്പം T ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻസിനായിരിക്കും. T ഡിപ്പെൻഡൻ്റ് ആൻറ്റിജൻസ് ആർ പ്രോസസ്ഡ് ഇൻ കേസ് ഓഫ് സെക്കൻഡറി റെസ്പോൺസ്. ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ദ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് passively to a host in a ready-made form without active participation of the host immune system. Host immune systemത്തിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തന്നെ റെഡിമെയ്ഡ് ഫോം ഓഫ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഈസ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ. ഇത് നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ളതാണ് മദർ ടു ഫീറ്റസിലേക്ക് ക്രോസ് ചെയ്യുന്ന IgG ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ്.
ദെൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് ഏതാ? റേബീസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അങ്ങനത്തെ കുറേ വാക്സിനേഷൻസ് തന്നെയാണ്. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻസ് ആണ് പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ഇവിടെ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താ പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ കംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആയിരിക്കും ഹെൽപ്ഫുൾ. ഓക്കെ, ദെൻ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിന് വൺസ് ഒരു ഡിസീസിനോട് എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. പ്രീ എക്സ്പോഷർ ആയിട്ട് കൊടുക്കുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ദെൻ പാസീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്സ് ഫാസ്റ്റർ ആൻഡ് ദർ ഇസ് നോ നെഗറ്റീവ് ഫേസ് and there is no immunological memory as the memory cells are not involved. ഡയറക്റ്റ്ലി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആൻറ്റിബോഡീസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി സെൽസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ, മെമ്മറി സെൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ് ഡെവലപ്സ് വെരി ഫാസ്റ്റ്, നെഗറ്റീവ് ഫേസ് വരുന്നില്ല. ദെൻ ബൂസ്റ്റർ ഡോസസ് ആർ നോട്ട് ഇഫക്റ്റീവ് ഇൻ കേസ് ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. കാരണം എന്താ, നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻ ഉണ്ടെങ്കിലല്ലേ ടി സെൽ ബി സെൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ടി സെൽ ബി സെല്ലിനെ കുറച്ച് മെമ്മറി സെൽസൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ടി സെൽ ബി സെൽ ഡിഫറൻസിയേഷൻ വരാണ്ട് നോർമലി ഡയറക്റ്റ്ലി ആൻറ്റിബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ. അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ഡോസസ് കൊടുത്താലും ഈ പാസീവ് ഇമ്മ്യൂണൈസേഷൻ്റെ ബൂസ്റ്റർ ഡോസസ് കൊടുത്താലും ഇനീഷ്യൽ ഡോസസ് കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും. ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ ഡിഫറൻസ് നോക്കും. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ദേ പ്രൊഡ്യൂസ് ആക്റ്റീവ്ലി ബൈ ദി ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ആൻഡ് പാസീവ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ പാസീവ്ലി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് റിസീവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്റ്റ് ദ ഇൻഡിവിജ്വൽസ് എന്തുണ്ടാക്കുന്നില്ല, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ സിസ്റ്റം ലൈക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ആക്കിയിട്ടല്ല ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ദെൻ active immunity is induced by the infection and vaccination, whereas in case of passive immunity, it is acquired by mother to fetus, IgG transfer, ready-made antibody transfer, etc. Then active immunity എന്ന് പറയുമ്പോൾ long lasting ആണ് comparing to the passive immunity. Then active immunity എന്ന് പറയുമ്പോൾ lag period is present, but there is no lag period in case of passive immunity. കാരണം എന്താ, ഡയറക്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് ഇൻഡിവിജ്വൽ റിസീവ് ചെയ്യുന്നത്. മെമ്മറി സെൽസും അതുകൊണ്ട് ഉണ്ടാവത്തില്ല ഇൻ കേസ് ഓഫ് പാസീവ്, ബട്ട് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ആക്റ്റീവ്. ബൂസ്റ്റർ ഡോസസ് ആർ യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ കേസ് ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. അതെന്താണെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. നെഗറ്റീവ് ഫേസ് മേ ഒക്കർ ഇൻ കേസ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. കാരണം എന്താ, ഇനീഷ്യലി IgM ടൈച്ചർ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുമ്പം എന്ത് പറ്റും, ആദ്യം ഓൾറെഡി ഉള്ള ആൻറ്റിബോഡീസ് ആയിരിക്കും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ള ആൻറ്റിബോഡീസ് തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് IgG ആൻറ്റിബോഡീസിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും ആ ഗ്രാഫ് അനുസരിച്ച്. ഓക്കെ, ദെൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻ ഇൻഡിവിജ്വൽ, ബട്ട് ആ ടൈമിൽ പാസീവ് ഇമ്മ്യൂണൈസേഷനാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് യൂസ്ഫുൾ ആവുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ, റെസിസ്റ്റൻറ്റ് ടു ഇൻഫെക്ഷൻ ദാറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ പൊസസ് ഫ്രം ബർത്ത് ആണ് ഇന്നേറ്റ്. അക്വയർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം ആയിരിക്കും ഒരു ഇൻഫെക്ഷനോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ ദാറ്റ് ഇൻഡിവിജ്വൽ അക്വയർഡ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കേഴ്സ് ഇൻ മിനിറ്റ്, ബട്ട് അക്വയർഡ് ആണെങ്കിൽ ഒക്കേഴ്സ് ഇൻ ഡേയ്സ്. പ്രയർ എക്സ്പോഷർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമില്ല, ബട്ട് ഇറ്റ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഡൈവേഴ്സിറ്റി ലിമിറ്റഡ് ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ, ബട്ട് ഇറ്റ് ഈസ് വൈഡർ ഇൻ കേസ് ഓഫ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. മോർ വേരിയഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസസ് കൊടുക്കും അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി റെസ്പോൺസസ് ആർ ആബ്സെൻറ്റ്, വെറാസ് ഇൻ കേസ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇറ്റ് ഈസ് പ്രസൻറ്റ്. മെമ്മറി സെൽസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റിലില്ല. Then microbial antigen, innate immunity develops against antigen that are shared by many microbes. So innate immunity എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, the antigen which is shared by more than one microbes ആയിരിക്കും innate immunityയിലുള്ള ആൻറ്റിജൻ. Whereas in case of acquired immunity, the immunity develops against an antigen that is specific for each microbes. Now host cell receptors of innate immunity are non-specific like toll-like receptor, but acquired immunity is specific at T cell receptor, B cell immunoglobulin receptor, etc. Then components of innate immunity in the anatomical and physiological barriers. Anatomical barriers like skin and mucosa, physiological barriers like body temperature, pH, etc. Phagocytes like neutrophil, macrophage, monocytes, NK cells and mast cells, macrophage and dendritic cells for inflammation. Then complement pathwayയിലും ഓൾട്ടർനേറ്റീവ് നാനോസ് ബൈൻഡിങ് പാത്വേ ഉണ്ട് പറയും. പിന്നെ ദെൻ ഫീവർ ആൻഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, നോർമൽ റെസിസ്റ്റൻറ്റ് ഫ്ലോറ, സൈറ്റോകൈൻ പ്രൊഡക്ഷൻ ഉണ്ട്, ആക്ടിവേറ്റ് ഫേസ് റിയാക്ടൻറ്റ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Whereas in case of acquired immunity, components are T and B cells, classical complement pathway, cytokines. Then types of acquired immunity എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ നാച്ചുറൽ. ഓരോ ആക്റ്റീവ് ആണെങ്കിൽ തന്നെ ആർട്ടിഫിഷ്യൽ നാച്ചുറലും ഉണ്ട്, പാസീവിലും ഉണ്ട്, ആർട്ടിഫിഷ്യൽ നാച്ചുറൽ. നെക്സ്റ്റ് ഈസ് ലോക്കൽ ഓർ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താ, the local or mucosal immunity is immune response that is active at the mucosal surfaces such as intestine, respiratory, genital, urinary mucosa. It is mediated by type of IgA antibody called secretory type of antibody which prevent the entry of microbes at the local site itself.
The local immunity can only be induced by the natural infection or by the live vaccination. Live vaccination ഉണ്ടാകുന്ന immunity അതാ ലോക്കൽ ഇമ്മ്യൂണിറ്റി. ലോക്കൽ ഇമ്മ്യൂണിറ്റി എന്ത് മീഡിയേറ്റ് ചെയ്യുന്നത് ഏത് ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കാണുന്നത് എവിടെയൊക്കെയാണ് മ്യൂക്കോസൽ സർഫസ് സച്ചസ് ഇൻഡസ്റ്റൈനൽ റെസ്പിറേറ്ററി ജനറ്റീവ് യൂറിനറി മ്യൂക്കോസ. അതിൻ്റെ എക്സാമ്പിളാണ് OPV. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഒരു 10 ഇൻഡിവിജ്വൽസ് ഉണ്ട്. 10 ഇൻഡിവിജ്വൽസിൽ 9 ഇൻഡിവിജ്വൽസും വാക്സിൻ എടുത്തു. 10th ഇൻഡിവിജ്വൽസ് ആണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അപ്പോൾ അവർക്ക് വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് 9 ഇൻഡിവിജ്വൽസ്, ചുറ്റിനുള്ള 9 ഇൻഡിവിജ്വൽസും വാക്സിൻ എടുത്തതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ വരില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 10th ഇൻഡിവിജ്വൽ എന്തായിരിക്കും, വാക്സിൻ എടുക്കാൻ പറ്റാത്ത ആ ഒരു 10th ഇൻഡിവിജ്വൽ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും ആ ഒരു ഇൻഫെക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട്. ഇവർ കാരിയറായിട്ട് ആക്ട് ചെയ്യില്ല, കാരണം അവർക്ക് ഓൾറെഡി വാക്സിൻ എടുത്ത് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള 9 ഇൻഡിവിജ്വൽസും കാരിയറായിട്ട് ആക്ട് ചെയ്യത്തില്ല. That is, herd immunity depends as the overall immunity of a community towards a pathogen. Herd immunity plays a vital role in preventing epidemic diseases. Means a large population of a community are immune towards a pathogen. Hence, epidemics are less likely to occur and eradication of the disease may be possible. In the elements that contribute to the development of a strong herd immunity are occurrence of clinical and subclinical cases, ongoing immunization program, herd structures like that is type of population involved, type of pathogens, etc. പിന്നെ ഇത് മെയിൻലി ഹേർഡ് ഇമ്മ്യൂണിറ്റി പറയുന്ന ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, മീസൽസ്, മംസ്, റുബെല്ല, പോളിയോ ആൻഡ് സ്മോൾ പോക്സ് വാക്സിൻ.